ഹായ് സ്റ്റുഡൻസ്, +1 കെമിസ്ട്രിയുടെ ആറ്റോമിക് സ്ട്രക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്വാണ്ടം തിയറിയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. In the 17th century, Newton came up with a theory of light. He said that light is made up of particles. അതായത് ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഇൻ ദ ഫോം ഓഫ് കോർപ്പസ്യൂൾസ്, അതായത് പ്രകാശത്തിന്റെ കണികകളായിട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ്. ഈച്ച് പാർട്ടിക്കിൾ കൺസിസ്റ്റിംഗ് ഓഫ് എ പർട്ടിക്കുലർ കളർ ഓഫ് ദ സ്പെക്ട്രം. ദിസ് വാസ് ജസ്റ്റ് ആഫ്റ്റർ കമ്മിങ് അപ്പ് വിത്ത് ദിസ് ലോസ് ഓഫ് മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ. ഇത് ന്യൂട്ടന്റെ തിയറിയാണ്. എന്നാൽ during the 18th century, most scientists accepted this through a few like Robert Hooke, Christian Huygens and Leonhard Euler believed that light consists of waves rather than particles. ലൈറ്റ് തരംഗ സ്വഭാവം കാണിക്കുന്നു എന്നാണ് ഈ സയന്റിസ്റ്റുകൾ പറഞ്ഞത്. ഈ തരംഗ സ്വഭാവത്തിന്റെ നേച്ചർ പലരും പിൻകാലത്ത് പല രീതിയിൽ പ്രൂവ് ചെയ്തു. 1803 തോമസ് യങ് ഡിഡ് ഹിസ് ഫേമസ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇൻ ദ ഇന്റർഫറൻസ് പാറ്റേൺസ് പ്രൊഡ്യൂസ്ഡ് were the same as those produced by waves on water. ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് ആഫ്റ്റർ ദിസ് ഇറ്റ് വാസ് ജനറലി ആക്സെപ്റ്റഡ് ദാറ്റ് ലൈറ്റ് വാസ് മെയ്ഡ് ഓഫ് വേവ്സ് റാദർ ദാൻ പാർട്ടിക്കിൾ. പ്രകാശത്തിന്റെ കണികകളെക്കാൾ തരംഗ സ്വഭാവത്തിന് ഇമ്പോർട്ടൻസ് പിന്നീട് കൈവരികയാണ്. ലൈറ്റിന്റെ വേവ് നേച്ചർ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു വേവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പരിശോധിക്കുകയാണെങ്കിൽ വേവ് ലെന്ത് ഉണ്ട്. വേവ് ലെന്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലാംഡ എന്ന സിമ്പിൾ വെച്ച്. ലാംഡ എന്താണ്? ലാംഡ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു വേവ് കടന്നു പോകുമ്പോൾ ക്രസ്റ്റും ട്രഫിനെയും രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ആ ദൂരത്തിനെയാണ്, അല്ലെങ്കിൽ ട്രഫുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് വേവ് ലെന്ത് എന്ന് പറയുന്നത്. വേവ് ലെന്ത് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓൺ എ വേവ്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ആംപ്ലിറ്റ്യൂഡ് ഇസ് എ ഹൈറ്റ് ഓഫ് ദ വേവ്. ഹൈറ്റ് ഓഫ് ദ വേവ്. അടുത്താണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂ എന്ന സിമ്പിൾ വെച്ചാണ്, അതായത് വി പോലെ ഇരിക്കുന്ന ഒരു സിമ്പിൾ. ഫ്രീക്വൻസി ഇസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് ദ വേവ് പാസിംഗ് എ ഗിവൺ പോയിന്റ് പെർ സെക്കൻഡ്, യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ഹെർട്സ്. HZ എന്നുള്ളതാണ് അത് ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കിവിടെ രണ്ട് വേവ്സ് ഇതൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇവിടെ വേവ് ലെന്ത് ഹൈ ആണ്. വേവ് ലെന്തിന്റെ നീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ലോങ് ആണ്. അവിടെ ലോ ഫ്രീക്വൻസി ആണ്. വേവ് ലെന്തിന്റെ നീളം, വേവ് ലെന്ത് കൂടുമ്പോൾ ലോ ഫ്രീക്വൻസി, ലോങ് വേവ് ലെന്ത്. അവിടെ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്, ഹൈറ്റ് ഓഫ് വേവ് എത്രയാണ്? സ്മോൾ ആണ്. അന്നേരം വേവ് ലെന്ത് കൂടുമ്പോൾ ലോ ഫ്രീക്വൻസിയും സ്മോൾ ആംപ്ലിറ്റ്യൂഡും ആണ് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഈ വേവ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഷോർട്ട് വേവ് ലെന്ത് ആകുമ്പോൾ ഹൈ ഫ്രീക്വൻസിയും ലാർജ് ആംപ്ലിറ്റ്യൂഡുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്, വേവ് ലെന്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. വേവ് ലെന്ത് പറ്റി നോക്കുമ്പോൾ നമ്മൾ രണ്ട് ക്രസ്റ്റിന്റെ ഇടയ്ക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ വേവ് ലെന്ത് എന്ന് പറയുന്നത്, അല്ലെ? ഇതാണ് വേവ് ലെന്ത്. വേവ് നേച്ചർ ഓഫ് ലൈറ്റില് പലതരത്തിൽ വേവ് നേച്ചർ പ്രൂവ് ചെയ്യാണ്. Refraction is the bending of light when it passes from one medium to another of different density. Refraction ഒക്കെ നമുക്ക് വേവ് നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. അടുത്ത കൺസെപ്റ്റ് വരെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലൂടെ. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ proposed that light travel in the form of electromagnetic waves. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന് പലതരത്തിലുള്ള പോർഷൻസ് ആയിട്ടാണ് വേവ് ലെന്ത് അനുസരിച്ച് അതിനെ തിരിച്ചിരിക്കുകയാണ്.
വിസിബിൾ ലൈറ്റ് അതിലൊന്നാണ്. വിസിബിൾ ലൈറ്റ് ഇസ് എ സ്മോൾ പോർഷൻ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സ്പെക്ട്രം ഡിറ്റക്ട് ബൈ അവർ ഐസ്. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വിസിബിൾ ലൈറ്റ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനകത്ത് ബാക്കിയുള്ള ധാരാളം ഇൻവിസിബിൾ റേസ് ഉണ്ട്. ഇൻവിസിബിൾ electromagnetic radiation includes radio waves, microwaves and X-rays. Described as wave traveling through space. There are two components to electromagnetic radiation, an electric field and a magnetic field. നമ്മളിപ്പോൾ കാണുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് വേവ് ലെങ്ത് അനുസരിച്ച് നമ്മൾ 7 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. വേവ് ലെങ്ത് അനുസരിച്ചാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പോർഷനാണ് കേട്ടോ. വളരെ ചെറിയ അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനകത്ത് ഉൾപ്പെടുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. നമ്മൾ പഠിച്ചു വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു, വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. There are few phenomena which the classical mechanism failed to explain. നമ്മൾ നേരത്തെ കണ്ട ക്ലാസിക്കൽ മെക്കാനിസം ആണ് ന്യൂട്ടന്റെ ഒക്കെ. നമ്മൾ നേരത്തെ കണ്ട ലൈറ്റിന്റെ ക്യാരക്ടറൊക്കെ. ഇനി എന്തുകൊണ്ടാണ് ഇത് ക്ലാസിക്കൽ മെക്കാനിസം ഫെയിൽ ആയത്? അതായത് they failed to explain the stability of an atom, spectral series of hydrogen atom, അതുപോലെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്ലാസിക്കൽ മെക്കാനിസത്തിന് സാധിച്ചില്ല. മാക്സ് പ്ലാങ്ക് in 1900 at a meeting of German Physical Society read his paper on the theory of the energy distribution law of the normal spectrum. This was the start of the revolution of physics. That is the start of quantum mechanism. മാക്സ് പ്ലാങ്ക് എന്ന സയന്റിസ്റ്റ് ആണ് ഇതിന് പുതിയൊരു തിയറിക്ക് തുടക്കമിടുവാണ്, ക്വാണ്ടം മെക്കാനിസം. Quantum theory. Quantum theory was developed mostly between 1900 തൊട്ട് 1930 വരെയുള്ള ആ പീരീഡിന്റെ ഇടയ്ക്കാണ് ക്വാണ്ടം തിയറി ഡെവലപ്പ് ചെയ്തിരുന്നത്. ഇതിന്റെ തുടക്കം കുറിച്ചത് മാക്സ് പ്ലാങ്ക് എന്ന സയന്റിസ്റ്റ് ആണ്. മാക്സ് പ്ലാങ്ക്. പുതിയ ഇതിലേക്ക് വരെയാണ് ക്വാണ്ടം തിയറി. The foundation of the Planck's quantum theory is a theory of black body radiation. ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ നിന്നാണ് തുടക്കം. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? It is an ideal system that absorbs and emits all the electromagnetic radiation that is incident on it. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് അനുസരിച്ച് റേഡിയേഷൻ ഇതിനെ തിരിച്ചിരിക്കും അല്ലെ. നമ്മുടെ വിസിബിൾ ലൈറ്റ് ഒക്കെ അതിനകത്തുണ്ട്. ഐഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ that absorb and emits all the electromagnetic radiation. The electromagnetic radiation emitted by the black body is called a black body radiation. In an ideal black body, incident light is completely absorbed. Complete ആയിട്ട് absorb ചെയ്യുന്നു. Light that enters the cavity through the small hole is reflected multiple times from the interior walls until it is completely absorbed. ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിൽ പതിക്കുന്ന എല്ലാ റേഡിയേഷനെയും അത് അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് എമിറ്റ് ഓൾ ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ വേനൽക്കാലത്തൊക്കെ കറുത്ത വസ്ത്രം ഇട്ട് നടക്കരുതെന്ന്. കാരണം ഈ ചൂടിനെയൊക്കെ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യുന്നു. ഇനി തണുപ്പ് കാലത്ത് വളരെ നല്ലതാണ് കേട്ടോ കറുത്ത വസ്ത്രമൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഫോറിനേഴ്സ് മദാമ്മമാർ സാഹിബ്മാരെയൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവർ കൂടുതലും ബ്ലാക്ക് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ വെതർ ക്ലൈമറ്റ് അനുസരിച്ചാണ്. അതായത് ബ്ലാക്ക് ബോഡി അബ്സോർബ് ഓൾ പോസിബിൾ റേഡിയേഷൻസ്, എമിറ്റ് ഓൾ പോസിബിൾ റേഡിയേഷൻ. എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുന്നു, അതുപോലെ തന്നെ എമിറ്റും ചെയ്യുന്നു. ഇതാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലോട്ടൊരു ഇതിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അനുസരിച്ച് അദ്ദേഹം നിഗമനം ഇതായിരുന്നു, തിയറി ഇതായിരുന്നു: ഹയർ ടെമ്പറേച്ചറിൽ വേവ് ലെങ്ത് ഷോർട്ടറാണ്. ഹയർ ടെമ്പറേച്ചർ നമുക്കിപ്പം ഈ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ വേവ് ലെങ്ത് ഓഫ് മാക്സിമം ഇന്റൻസിറ്റി ഷിഫ്റ്റ് ടുവേഴ്സ് ദ ബ്ലൂ. അതായത് വേവ് ലെങ്ത് കുറയുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അനുസരിച്ച് ഹയർ ടെമ്പറേച്ചർ ഷോർട്ടർ വേവ് ലെങ്ത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനകത്ത് മാക്സ് പ്ലാങ്ക്
ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റിയാണ് പഠിച്ചല്ലേ. അദ്ദേഹം റേഡിയേഷനെ പറ്റി പറയുകയാണ്, എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ലൈറ്റ് ഹാസ് പാർട്ടിക്കിൾ ക്യാരക്ടർ. പ്ലാങ്ക്സ് ഇക്വേഷൻ അനുസരിച്ച് E that is equal to h nu. That is E that is equal to nu. Frequency നമുക്ക് c by lambda എന്ന ആയിട്ട് റീഅറേഞ്ച് ചെയ്യാം. c by lambda. E energy that is equal to hc by lambda. എന്താണ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഫ്രീക്വൻസി എന്നുള്ള ടേം ആണ്. ആ ഫ്രീക്വൻസി അതിനെ നമുക്ക് ഈക്വൽ ആക്കാൻ വേണ്ടി E that is equal to h nu. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ ഇത് കാണാതെ നിങ്ങൾ പഠിച്ചിരിക്കണം. 6.626 into 10⁻⁻34 joules second. ഓർത്തിരിക്കുക, നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ 6.626 into 10 പവർ ഓർത്തിരിക്കുക -34 joules second. പ്ലാങ്ക്സ് ഇക്വേഷൻ ആണ് E that is equal to h nu. ലൈറ്റ് വെച്ച് നമ്മൾ പറയാണ് E that is equal to hc by lambda. Planck postulated that the energy of a quantum of electromagnetic radiation is proportional to the frequency of the radiation. The higher the frequency, the greater the energy. The higher the frequency, greater the energy. This is written as a formula, Planck's equation. Planck's equation, നമ്മൾ പഠിച്ചു. ഏതാണ് Planck's equation? E that is equal to h nu. എന്താണ് h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ 6.626 into 10⁻⁻34 joules second. ഓക്കെ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അനുസരിച്ച് എനർജി ഈസ് നോട്ട് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് കണ്ടിന്യൂസ് ആയിട്ടല്ല എനർജി എമിറ്റ് ചെയ്യുന്നതും അബ്സോർബ് ചെയ്യുന്നതും. ഇറ്റ് ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഇൻ ദ ഫോം ഓഫ് വേവ് പാക്കറ്റ്സ്. ചെറിയ പാക്കറ്റ്സ് ആയിട്ടാണ്. ആ വേവ് പാക്കറ്റ്സിന് നമ്മൾ പറഞ്ഞു തന്നെ ഒരു കോണ്ട എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാക്കറ്റ്. ഇൻ കേസ് ഓഫ് ലൈറ്റ് ദ ക്വാണ്ടം ഓഫ് എനർജി ഈസ് ഓഫൻ കോൾഡ് ഫോട്ടോൺ. ലൈറ്റിന്റെ കേസിനകത്ത് ആ ചെറിയ വേവ് പാക്കറ്റിനെ പറയുന്ന പേരാണ് ഫോട്ടോൺ. ഓക്കെ, അന്നേരം നമ്മളിപ്പോ ഒരു പുതിയ ടേം പഠിക്കുകയാണ്, കോണ്ട. എന്താണ് കോണ്ട? എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഇൻ ദ ഫോം ഓഫ് വേവ് പാക്കറ്റ്. ആ ചെറിയ വേവ് പാക്കറ്റിന് പറയുന്ന പേരാണ് കോണ്ട. ലൈറ്റിന്റെ കാര്യത്തിനാണെങ്കിൽ ആ വേവ് പാക്കറ്റ് അല്ലെങ്കിൽ കോണ്ടായത്തിനെ പറയുന്ന പേരാണ് ഫോട്ടോൺ. ഓക്കെ, ഫോട്ടോൺ ലൈറ്റിന്റെ കാര്യത്തിൽ. The amount of energy associated with the quantum of radiation. ആ റേഡിയേഷനിൽ അടങ്ങിയിരിക്കുന്ന ആ ചെറിയ പാക്കറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന റേഡിയേഷന്റെ എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി അതിനെ നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടി പുതിയൊരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. ആ കോൺസ്റ്റന്റ് പേരാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കണ്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ആ കോൺസ്റ്റന്റ് ഇട്ടു, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ ആണ് 6.626 into 10⁻⁻34 joules second. ഇത് പിന്നെയും ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആവർത്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇത് മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അനുസരിച്ച് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു h nu. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ന്യൂയെ ഫ്രീക്വൻസിയെ നമ്മൾ c by lambda എന്ന ഇതായിട്ട് റീഅറേഞ്ച് ചെയ്തു. E that is equal to h into c by lambda. Thus, the greater the wavelength of radiation, lower will be the energy. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലാംഡയും എനർജിയും തമ്മിൽ എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഗ്രേറ്റർ ദ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ദ ലോവർ വിൽ ബി ദ എനർജി. വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് എനർജി കുറയുന്നു. നമ്മളിപ്പം മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം ഇക്വേഷൻ ആണ്, തിയറിയാണ് പഠിക്കുന്നത്. എന്താണ് ക്വാണ്ട എന്ന് പറയുന്നത്? റേഡിയേഷൻ കുഡ് ബി അബ്സോർബ് ഓർ എമിറ്റഡ് ഇൻ സ്മോൾ എമൗണ്ട്സ്. അതിനെയാണ് ക്വാണ്ട, പാക്കറ്റ്സ് ഓഫ് എനർജി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇപ്പം പഠിച്ചതിൽ നിന്ന് പറയുകയാണ് പാക്കറ്റ് ഓഫ് എനർജി, അതിനെയാണ് ക്വാണ്ട എന്ന് പറയുന്നത്. മാക്സ് പ്ലാങ്ക്, ഈച്ച് ക്വാണ്ട മസ്റ്റ് ഹാവ് എ മിനിമം ഓഫ് എനർജി ദാറ്റ് ഈസ് സം പ്രൊപ്പോർഷൻ ടു ദ ഓവറോൾ എനർജി ഓഫ് ദ സിസ്റ്റം. E that is equal to h nu. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത്രയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. നമ്മൾ ആദ്യത്തെ ക്ലാസിക്കൽ തിയറിയും പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, രണ്ട് തിയറിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അല്ലെ. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ക്ലാസിക്കൽ തിയറി. ന്യൂട്ടനൊക്കെ
ഡെവലപ്പ് ചെയ്തതാണ്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അനുസരിച്ച് എനർജി എന്ന് പറയുന്നത് എനർജി ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് ക്വാണ്ടൈസ്ഡ്. അതാണ് നമ്മളിവിടെ കാണുന്നത്, ക്വാണ്ടൈസ്ഡ്. ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ് കാണുന്നത് കേട്ടോ. അതാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ലൈറ്റ് ആണെങ്കിൽ ഫോട്ടോൺ എന്ന പേരിലാണ് ചെറിയ പാക്കറ്റ് അറിയപ്പെടുന്നത്. ക്ലാസിക്കൽ തിയറി അനുസരിച്ച് എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് കണ്ടിന്യൂസ്ലി, ഇത് തുടർച്ചയായിട്ട് പോവുകയാണ്. അതാണ് ക്ലാസിക്കൽ തിയറി അനുസരിച്ച് എനർജി. ക്വാണ്ടം തിയറി അനുസരിച്ച് എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. ഫ്രീക്വൻസി ഓർ വേവ് ലെങ്തുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. E that is equal to h nu എന്നുള്ള ആ കൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. എന്നാൽ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്, ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇന്റൻസിറ്റി ആയിട്ട് മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ക്ലാസിക്കൽ തിയറി അനുസരിച്ച്. നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. പുതിയ തിയറി ആയിരുന്നു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ക്ലാസിക്കൽ തിയറിക്ക് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ട് അനേകം സയന്റിസ്റ്റുകൾ അതിനുവേണ്ടി പരിശ്രമിച്ചാണ് ക്വാണ്ടം തിയറി ഉണ്ടാക്കിയത്. When light shines on a metal surface, the surface emits electrons. ചില സർഫസിലൊക്കെ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് കറണ്ട് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു, കറണ്ട് അടിക്കുന്ന പോലെ. ഇത് കണ്ടുപിടിച്ചത് in 1887 H. Hertz performed a very interesting experiment in which electrons were ejected when certain metals, for example പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഈ സീഷ്യത്തിനൊക്കെ ലോ അയണൈസേഷൻ എനർജി ഉള്ള അതിലോട്ടൊക്കെ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ തന്നെ അവിടെ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്ന അല്ലാതെ കറണ്ട് അടിക്കുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവപ്പെടുന്നു. We can measure a current in a circuit just by shining a light on metal plate. ഒരു ലൈറ്റ് വന്ന് പതിക്കുമ്പോഴേ നമുക്കൊരു കറണ്ടിനെ മെഷർ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്താൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. വെൻ ലൈറ്റ് ഷൈൻസ് ഓൺ എ മെറ്റൽ സർഫസ് ദ സർഫസ് എമിറ്റ് ഇലക്ട്രോൺസ്. നമ്മളിപ്പം പഠിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റിയാണ്. ലൈറ്റിൽ ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചത് നമ്മുടെ ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ ഇതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. The emission of electron from a metal plate when illuminated by light or any other radiation, ഏതെങ്കിലും റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അത് ഏതെങ്കിലും റേഡിയേഷൻ ആകാം, of any wavelength or frequency suitable ആയിരിക്കണം, is called a photoelectric effect. The emitted electrons are called photoelectrons. അന്നേരം നമ്മളിവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. The emission of electron from a metal plate എപ്പോഴാണ്? When illuminated by light or any other radiation of any wavelength or frequency. പക്ഷെ ഫ്രീക്വൻസി ഒരു കറക്റ്റ് ഫ്രീക്വൻസി ആയിരിക്കണം, സൂട്ടബിൾ ഫ്രീക്വൻസി വന്ന് പതിച്ചെങ്കിൽ മാത്രമേ അവിടുന്ന് ഇലക്ട്രോൺ പോകത്തുള്ളൂ കേട്ടോ. ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമ്മളിവിടെ അതിന്റെ അപ്പാരറ്റസ് ആണ് കാണുന്നത്. ഒരു മെറ്റൽ പ്ലേറ്റ്, ആ മെറ്റൽ പ്ലേറ്റിനകത്തോട് ലൈറ്റ് വന്ന് പതിച്ചു. ലൈറ്റ് വന്ന് പതിച്ചപ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് പുറപ്പെട്ടു. നമുക്കത് നമ്മുടെ ആ സർക്യൂട്ടിന്റെ അപ്പാരറ്റസ് വഴി നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇലക്ട്രോണിന്റെ പോക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വോൾട്ട്മീറ്ററിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈച്ച് ഫോട്ടോൺ ക്യാരീസ് എ സ്പെസിഫിക് എനർജി. അതായത് നമ്മൾ വന്നു പതിക്കുന്ന ലൈറ്റ് അത് ആ ഫോട്ടോണിന് ഒരു സ്പെസിഫിക് എനർജി ഉണ്ട്. ഇറ്റ് റിലേറ്റഡ് ടു ഇറ്റ്സ് വേവ് ലെങ്ത് such that photons of short wavelength. ഷോർട്ട് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനാ എന്തായിരിക്കും അവിടെ കൂടുതൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, അതായത് എനർജി കൂടുതലായിരിക്കും അല്ലെ. ഫ്രീക്വൻസി കൂടുതലാണ് ഷോർട്ട് വേവ് ലെങ്തിന്. അതായത് ബ്ലൂ ലൈറ്റിനാണ് എനർജി കൂടുതൽ. ക്യാരി മോർ എനർജി ദാൻ ലോങ് വേവ് ലെങ്ത്. ലോങ് വേവ് ലെങ്ത് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കണം ലോ ഫ്രീക്വൻസി അല്ലെ. ലോങ് വേവ് ലെങ്തിന് ലോ ഫ്രീക്വൻസി. അതായത് റെഡ് ലൈറ്റിനും ബ്ലൂ ലൈറ്റിനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്ലൂ ലൈറ്റിനാണ് കൂടുതൽ എനർജി വന്നിരിക്കുന്നത്. Each photon carries a specific energy related to its wavelength such that photons of short wavelength carry more energy than long wavelength photon. Photon, when they impact a metal, if their frequency is large enough, can liberate an electron by overcoming the work function of the metal.
ഈ മെറ്റലിന് ഒരു വർക്ക് ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഇലക്ട്രോണെ വിട്ടുകൊടുക്കണമെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി വേണം. ആ എനർജി വന്ന് ഇടിച്ചെങ്കിൽ മാത്രമേ ഈ നമ്മുടെ മെറ്റല് ഇലക്ട്രോണെ പുറപ്പെടുവിക്കത്തുള്ളൂ. അതാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോട്ടോൺസ് വെൻ ദേ ഇമ്പാക്ട് എ മെറ്റൽ, if their frequency is larger, can liberate an electron by overcoming the work function of the metal. മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷനെ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് ഇലക്ട്രോണെ പുറപ്പെടുവിക്കാൻ ഫോട്ടോണിന് സാധിക്കത്തുള്ളൂ. ഇപ്പം ഈ എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ അൾട്രാ വയലറ്റ് ലൈറ്റ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് തന്നെ ലൈറ്റ് തന്നെ ആണെന്നില്ല, ഏത് റേഡിയേഷനും ആണെങ്കിലും വരാം. പതിപ്പിക്കുമ്പോൾ മെറ്റലിനകത്തോട് പതിപ്പിക്കുന്നു. ഇവിടെ കാഥോഡും ആനോഡുമാണ് ഈ ട്യൂബിനകത്ത് കാണുന്നത്. ഈ എക്സ്പെരിമെന്റ് ട്യൂബിനകത്ത് കാഥോഡും ആനോഡും ഉണ്ട്. അങ്ങനെ കാഥോഡിൽ വന്ന് പതിപ്പിക്കുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഇലക്ട്രോൺ പുറപ്പെടുന്നു. ഇലക്ട്രോൺ പുറപ്പെട്ട് നമ്മൾ ആനോഡിലേക്ക് പോകുന്നു. ആനോഡ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ആനോഡാണ്. സി എന്ന് പറഞ്ഞ മെറ്റാലിക് കാഥോഡാണ്. നമുക്ക് അവിടുന്ന് ഫോട്ടോ ഇലക്ട്രോൺ വരുന്നു. നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും ഇലക്ട്രോണിന്റെ. Glass transmits only visible and infrared lights but not ultraviolet light. When light of suitable frequency falls on the metallic cathode, photoelectrons are emitted. These photoelectrons are attracted towards the positive anode and hence photoelectric current is constituted. നമുക്ക് കാഥോഡിൽ വന്ന് പതിക്കുമ്പോൾ അത് ഇലക്ട്രോൺ പുറപ്പെട്ടിട്ട് ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദ പോസിറ്റീവ് ആയിട്ടുള്ള ഈ ആനോഡിലേക്ക് പോകുന്നു. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഈ എക്സ്പെരിമെന്റ് നടത്തി അതിൽ നിന്ന് അതിന്റെ ഒബ്സർവേഷൻ ഒക്കെ നടത്തി ഇന്റർഫറൻസ് ഒക്കെ നടത്തി അവസാനം അതിന്റെ ലോസ് ഉണ്ടാവുകയാണ്. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോർ എ ഗിവൺ സബ്സ്റ്റൻസ് there is a minimum value of frequency of incident light called threshold frequency. ലൈറ്റിന് ഒരു മിനിമം എനർജി അല്ലെങ്കിൽ മിനിമം ഫ്രീക്വൻസി വേണം. ആ മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ മെറ്റല് അതിൽ ഇലക്ട്രോണെ പുറപ്പെടുവിക്കത്തുള്ളൂ. ഫോർ എ ഗിവൺ സബ്സ്റ്റൻസ് there is a minimum value of frequency of incident light called threshold frequency below which no photoelectric emission is possible. അതിന് ആ എനർജിയിൽ കുറവാണെങ്കിൽ ഒരിക്കലും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തില്ല. However, the intensity of incident light may be. രണ്ടാമത്തെ ലോ ആണ് the number of photo electrons emitted per second is directly proportional to the intensity of incident light. ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ ആശ്രയിച്ചാണ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് പെർ സെക്കൻഡില്. നമ്മള് പുതിയൊരു ടേമാണ് പഠിച്ചത്, ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസിയാണ്. എന്തിനുള്ളതാണ്? മിനിമം വാല്യൂ ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് in which that below no photoelectric emission is possible. മൂന്നാമത്തെ ലോ ആണ് the maximum kinetic energy of the photoelectron is directly proportional to the frequency provided the frequency is above the threshold frequency. The maximum kinetic energy of the photoelectron is directly proportional to the frequency provided the frequency is above the threshold frequency. അടുത്ത കൺസെപ്റ്റ് ആണ് the maximum kinetic energy of the photoelectron is independent of the intensity of incident light. The process of photoelectric emission is instantaneous. emission പെട്ടെന്നാണ്, instantaneous ആണ്. The photoelectric emission is 1:1. That is, for every photon of suitable frequency, 1 electron is emitted. ഓരോ ഫോട്ടോണും പതിക്കുമ്പോൾ ഓരോ ഇലക്ട്രോണും അവിടുന്ന് എമിറ്റ് ചെയ്യുന്നു. നമ്മള് ത്രഷോൾഡ് ഫ്രീക്വൻസി, കൈനറ്റിക് എനർജി, ഇതിനുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി, ഇതൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. ഐൻസ്റ്റീൻ postulated the existence of particle called a photon to explain the detailed result of photoelectric experiment. Photon has 0 rest mass ആണ്, travel at speed of light. It explains instantaneous emission of electrons in photoelectric effect. Frequency dependence. അതനുസരിച്ച് പറയാണ് energy of photon that is equal to h nu that is equal to hc by lambda. ഫോട്ടോണിന്റെ എനർജി പറയാണ്. എന്നാൽ ഇവിടെ ഒരു ത്രഷോൾഡ് മിനിമം ഫ്രീക്വൻസി ഒക്കെ വേണം. മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കത്തുള്ളൂ. ഇതിന്റെ എനർജി അനുസരിച്ചാണ് അതിന്റെ കൈനറ്റിക് എനർജി, ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Einstein's photoelectric equation.
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ശരിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചത് നമ്മുടെ ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹത്തിന് അതിന് നോബൽ പ്രൈസ് ഒക്കെ ലഭിച്ചു. When a photon of energy h nu ആണ്, falls on a metal surface, the energy of the photon is absorbed by the electron and is used in two ways. നമ്മുടെ ലൈറ്റ് വന്ന് പതിച്ചപ്പോൾ ആ ലൈറ്റിന്റെ എനർജി ആരാണ് അബ്സോർബ് ചെയ്തത്? ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തു. അതിന് രണ്ട് രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്ക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ് എച്ച് ന്യൂ കേട്ടോ. എനർജി ഓഫ് ഇലക്ട്രോൺ അല്ല, എനർജി ഓഫ് ഫോട്ടോൺ ആണ് എച്ച് ന്യൂ. ഈ രണ്ട് കാര്യത്തിന് ഉപയോഗിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഒന്ന്, എ പാർട്ട് ഓഫ് എനർജി ഈസ് യൂസ് ടു ഓവർകം ദ സർഫസ് ബാരിയർ ആൻഡ് കം ഔട്ട് ഓഫ് ദ മെറ്റൽ സർഫസ്. ഈ മെറ്റലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. മെറ്റലിന് ഒരു സർഫസ് ബാരിയർ ഉണ്ട്. അതിനെ ഓവർകം ചെയ്ത് വേണം ഇലക്ട്രോണിന് പുറത്തേക്ക് വരാൻ. ഈ എനർജിനെയാണ് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർകം ദ സർഫസ് ബാരിയർ ആൻഡ് കം ഔട്ട് ഓഫ് ദ മെറ്റൽ സർഫസിനെയാണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ നമുക്ക് എച്ച് ന്യൂ സീറോ എന്ന് പറയാം. എച്ച് ന്യൂ സീറോ. ഈ വർക്ക് ഫംഗ്ഷന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ മിനിമം ഫ്രീക്വൻസിയാണ് ന്യൂ സീറോ. അതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. മിനിമം ഫ്രീക്വൻസി വേണം നമ്മുടെ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് പോകാൻ. അതാണ് എച്ച് ന്യൂ സീറോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വർക്ക് ഫംഗ്ഷൻ എന്ന ടേമിലാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ പാർട്ട്, ഫോട്ടോണിന്റെ എനർജിയുടെ രണ്ടാമത്തെ പാർട്ട് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, the remaining part of the energy is used in giving a velocity v to the emitted photo electron. ഇലക്ട്രോൺ ഒക്കെ പുറപ്പെട്ടു, പക്ഷെ ആ ഇലക്ട്രോൺ പുറപ്പെടുന്ന വെലോസിറ്റി നമ്മുടെ എനർജി ഓഫ് ഫോട്ടോൺ ഡിപ്പെൻഡ് ചെയ്യുന്നു. എനർജി ഓഫ് ഫോട്ടോൺ ആദ്യം വർക്ക് ഫംഗ്ഷന് എനർജി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ പോകാനുള്ള വെലോസിറ്റിയും നമ്മുടെ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. This is equal to the maximum kinetic energy of the photoelectron half mv², where m is the mass of photoelectron. അതുകൊണ്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുകയാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എച്ച് ന്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു, എച്ച് ന്യൂ ആരാണ്? എനർജി ഓഫ് ഫോട്ടോൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് ഹാഫ് mv². വർക്ക് ഫംഗ്ഷൻ പ്ലസ് ഹാഫ് mv². വർക്ക് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് mv². നമുക്ക് ഇത് വെച്ച് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഹാഫ് mv² ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. അതായത് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം, ഫോട്ടോണിന്റെ എനർജി എച്ച് ന്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് mv², വേറെ എച്ച് ന്യൂ സീറോയെ നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഓർത്തിരിക്കുക. കാരണം നമ്മുടെ എച്ച് ന്യൂ ഉള്ള ഫോട്ടോൺ മെറ്റലിലോട്ട് വീഴുമ്പോൾ ആ മെറ്റല് എനർജി എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? വർക്ക് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. പ്ലസ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എത്ര സ്പീഡിൽ പോകണം എന്നൊക്കെ അതും നിശ്ചയിക്കുന്നത് നമ്മുടെ ഫോട്ടോണിന്റെ എനർജിയാണ്. വരുന്ന എനർജി, ഫോട്ടോണിന്റെ എനർജിയെ ആശ്രയിച്ചാണ് പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയും അതിന്റെ നമ്മുടെ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് 1925 ലൂയിസ് ഡി ബ്രോഗ്ലി പബ്ലിഷ് ഹിസ് PhD ഡിസർട്ടേഷൻ. അതിനകത്ത് പറഞ്ഞു വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോണിന്റെ വേവ് നേച്ചറിനെ പറ്റി പറയാണ്. എ ക്രൂഷ്യൽ എലമെന്റ് ഓഫ് ഹിസ് ഡിസർട്ടേഷൻ ഇസ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ്. 1925 കേട്ടോ, ലൂയിസ് ഡി ബ്രോഗ്ലി. The electron wavelength are described by the de Broglie relationship. അതേ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കി. അതാണ് വേവ് ലെങ്ത് എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ലാംഡ ദാറ്റ് ഇസ് ഈക്വൽ ടു h ബൈ m ഇൻറ്റു v. എന്താണ് h? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. m മാസ് ഓഫ് പാർട്ടിക്കിള്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ. വേവ് ലെങ്ത് ദാറ്റ് ഇസ് ഈക്വൽ ടു h ബൈ m ഇൻറ്റു v. ഓക്കെ, ഇതാണ് ഡി ബ്രോഗ്ലിയുടെ റിലേഷൻഷിപ്പ്. അദ്ദേഹം പറയാണ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. റേഡിയേഷൻ ആൻഡ് മാറ്ററിന് ഡ്യുവൽ നേച്ചർ പറയാണ്. വേവ് തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ explain the phenomena of interference, diffraction and polarization. On the other hand, quantum theory of electromagnetic radiation successfully explained the photoelectric effect, Compton effect, black body radiation, X-ray spectrum. Thus, radiation have dual nature, wave and particle nature. തരംഗ സ്വഭാവവും കണിക സ്വഭാവവും ഉണ്ടെന്ന് പറയുകയാണ് റേഡിയേഷൻ. The radiation have dual nature, wave and particle nature.
Louis de Broglie suggests that the particle like electron, proton, neutron, etc. have also dual nature. That is, they also can have particle as well as wave nature. Particle, corpuscle. It is no experiment matter exists both as particle and as a wave simultaneously. It is either the one of the other aspect. That is, the total aspect, the two aspects are complementary to each other. അദ്ദേഹത്തിന്റെ suggestion was based on the nature of symmetry. The universe is made of particles and radiations and both entities must be symmetrical. ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് particle like electron, proton, neutron all have dual nature. That is, they also can have particle as well as wave nature. കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. ഡി ബ്രോഗ്ലിയുടെ വേവ് നേച്ചർ. According to de Broglie, a moving material particle can be associated with a wave. The wave associated with the moving material particles are known as de Broglie wave or matter wave. De Broglie, according to quantum theory, the energy of the photon is E, that is equal to h nu. According to Einstein theory, energy of the photon that is equal to E, that is equal to mc square. അന്നേരം നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് പറയാൻ സാധിക്കും. ലാംഡ കമ്പൈൻ ചെയ്യുമ്പോൾ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു h by m into c or lambda that is equal to h by p. എന്താണ് m? മാസ്, c വെലോസിറ്റി ഓഫ് ലൈറ്റ്. എന്നിട്ട് നമ്മളിവിടെ m into c യെ മൊമെന്റം ഓഫ് ദ ഫോട്ടോൺ എന്ന് പറയും. മൊമെന്റം ഓഫ് ഫോട്ടോൺ. മൊമെന്റം ഓഫ് ഫോട്ടോൺ നമ്മൾ p എന്ന സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. മൊമെന്റം ഓഫ് ഫോട്ടോൺ m into c. That is equal to lambda that is equal to h by p. What is p? p എന്ന് പറഞ്ഞാൽ മൊമെന്റം. മൊമെന്റം എങ്ങനെയാണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ്. If instead of photon we have a material particle of mass m moving with velocity v, ഇപ്പോൾ ലൈറ്റ് ഇല്ലാതെ നമ്മളൊരു മെറ്റീരിയൽ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ then the equation becomes lambda that is equal to h by m into v. Lambda wavelength that is equal to h by mv. This is the expression for de Broglie wavelength. De Broglieയുടെ wavelength അനുസരിച്ച് lambda that is equal to h by m into v. Okay, ഇതാണ് de Broglie concept. de Broglie concept അനുസരിച്ച് lambda that is equal to h by m into v. ഓർത്തിരിക്കുക, wavelength ഇതിൽ പറയുകയാണ്. According to de Broglie hypothesis, നമുക്ക് ആക്സലറേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആക്സലേഷൻ വോൾട്ടേജ് വി എന്ന് പറയുന്നൊരു വോൾട്ടേജ് ആക്സലേറ്റ് ചെയ്യാൻ വി എന്ന് പറഞ്ഞ വോൾട്ടേജ് ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിൽ അതിന് ഇക്വേഷൻ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 2 ഇൻറ്റു എം ഇ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു 12.27 ആംഗ്സ്ട്രോം ഡിവൈഡഡ് ബൈ റൂട്ട് ബി. ബി ആക്സലേറ്റഡ് പൊട്ടൻഷ്യൽ ആണ് ബി എന്ന് പറഞ്ഞാൽ. De Broglie wavelength is inversely proportional to the velocity of the particle. അതാണ് lambda that is equal to h by m into v. Lambda എന്ന് പറയുന്നത് inversely proportional ആണ് velocity of particle. Lambda that is equal to h by mv. If the particle moves faster, the wavelength will be smaller. Wavelength smaller ആയിരിക്കും. If the particle is at rest, then the de Broglie wavelength is infinite. Such a wave cannot be visualized. അതുപോലെ de Broglie wavelength is inversely proportional to the mass of the particle. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ മതി. എന്നാ ഇക്വേഷൻ? ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു h by m into v. ഇതിൽ നിന്ന് മനസ്സിലാക്കാം de Broglie wavelength is inversely proportional to the mass of the particle. The wavelength associated with a heavier particle is smaller than that with a lighter particle. Okay, wavelength associated with a heavier particle is smaller than with a lighter particle. ഇതെല്ലാം നമ്മുടെ ഇക്വേഷൻ വെച്ചാൽ ഏതാ ഇക്വേഷൻ? ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു h by m e. de Broglie wavelength is independent of the charge of the particle. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. de Broglie wavelength. Matter waves like electromagnetic waves can travel in vacuum, and hence they are not mechanical waves. Matter waves are not electromagnetic waves because they are not produced by accelerated charges. Matter waves are probability waves, amplitude of which gives the probability of existence of particle at the point. നമ്മൾ വേവ്സിനെ പറ്റി ഒന്ന് പറയുന്നതേ ഉള്ളൂ.
മാറ്റർ വേവ്സ് എന്ന് പറയുന്നത് ക്യാൻ ട്രാവൽ ഇൻ വാക്യൂം ആൻഡ് ഹെൻസ് ദേ ആർ നോട്ട് മെക്കാനിക്കൽ വേവ്സ്. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ, വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുവാണ്. ഡിറ്റർമിൻ ദ വേവ് ലെങ്ത് in m of an electron with a mass 9.11 into 10 raised to minus 31 kilogram having velocity of 5.65 into 10 raised to 7 meter per second. അങ്ങനെ വേവ് ലെന്ത് കണ്ടുപിടിക്കാനാണ്. വേവ് ലെന്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാസം തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. നമുക്ക് പറയാം, അന്നേരം ഒട്ടനെ നമ്മുടെ ഇക്വേഷൻ ഓർക്കുക. ഏതാണ് മാസം, വെലോസിറ്റിയും വേവ് ലെന്തും കൂടെ തന്നാൽ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു h/m into v. h നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലെ. എന്നാ വാല്യൂ 6.626 into 10 raised to minus 34 എന്നുള്ള ഇത് വാല്യൂ കൊടുക്കുക. മാസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അന്നേരം അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ വേവ് ലെന്ത് ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു h/m into v. ഓർത്തിരിക്കുക. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടം തിയറിയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.